വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സംഗതിയാണ്. അതുപോലെ ഒരുപാട് ആയുർവേദ ഔഷധങ്ങൾ ചേർത്ത് വരുന്നുണ്ട്. ഒരുപാട് ചികിത്സയ്ക്ക് വളരെയധികം അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, ഭക്ഷണത്തിൽ ചേർക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ വീഡിയോ ശ്രദ്ധിച്ച അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഡോക്ടർ സേവ്യർ. വളരെ പുരാതന കാലം തൊട്ട് തന്നെ ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കാനായിട്ട് വെളുത്തുള്ളി ധാരാളമായിട്ട് ഉപയോഗിച്ചു വന്നിരുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയിലും ചൈനയിലും. കാരണം ഇതിന് ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും രുചി വർദ്ധിപ്പിക്കുന്നതിനുള്ള കഴിവുകളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇനി ചില ആയുർവേദ ഔഷധങ്ങൾ എന്തുകൊണ്ട് ചേർക്കുന്നു, ഏതേത് രോഗാവസ്ഥകളിലാണ് വെളുത്തുള്ളി കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്, നിങ്ങൾക്ക് ചില പൊടിക്കൈകൾ എല്ലാം വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. എന്തിനേറെ പറയുന്ന ആമവാദം, അതുപോലെ ഗുന്മം. അതായത് ഗുന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമാശയത്തെ ആശ്രയിച്ചുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഇപ്പൊ പല രീതിയിൽ, പല തരത്തില്, പല ടെസ്റ്റുകൾ, പല ലക്ഷണങ്ങൾ ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ്. അതിനെ ഗുന്മം എന്ന് വിളിക്കാം നമുക്ക് ആയുർവേദത്തിൽ സമഗ്രമായിട്ട് ഒരു പേരിടുകയാണെങ്കിൽ. അതുപോലെ ആമവാദം, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജോയിന്റ് പ്രോബ്ലംസ്, സന്ധികളിൽ ഉണ്ടാകുന്ന നീരും വേദനയും, ഇതുപോലെ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് രോഗാവസ്ഥയിൽ പോലും ഉപയോഗിക്കാവുന്ന ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് വെളുത്തുള്ളി ധാരാളമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. അത് പുരാതന കാലത്തെ ചരിത്രം പറയുമ്പോൾ, ഇനിയിപ്പോ നമുക്ക് റീസെന്റ് ആയിട്ടുള്ള ഗവേഷണങ്ങൾ, സ്റ്റഡീസ് ഇതിന് ഫാറ്റിനെ, അമിതമായിട്ടുള്ള കൊഴുപ്പിനെ അലിയിച്ച് കളയുന്നതിനുള്ള കഴിവുണ്ട്. അപ്പൊ ഇന്നിപ്പോ വ്യായാമമില്ലാതെ ധാരാളമായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നത്തെ രോഗാവസ്ഥകൾ മുഴുവൻ ഉണ്ടാവുന്നത്. അതിന്റെ ഒരു ഫലമാണ് അമിത ശരീരഭാരം. ഓക്കെ, അതുവഴിയാണ് ഈ ഹൃദ്രോഗ സാധ്യതയും കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഒരുപാട് അസുഖങ്ങളുടെ ബേസിക് റീസൺ വ്യായാമമില്ല, അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ശരീരത്തിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടുക. ആ കൊഴുപ്പിനെ അലിയിച്ച് കളയുന്നതിനുള്ള കഴിവ് വെളുത്തുള്ളിയിലുണ്ടെന്ന് ആധുനിക ഗവേഷണങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം നിങ്ങൾക്ക് അറിയോ? അതായത് എലിയം സെറ്റൈവം എന്നാണ് ബൊട്ടാനിക്കൽ നെയിം, ഫാമിലി നെയിം ലില്ലിയേസെ. സംസ്കൃതത്തിലുള്ള പേരും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചോ. അതായത് രസോന രസമൊക്കെ ഞാൻ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യാറില്ലേ, അത് ഈ വെളുത്തുള്ളിയിൽ നിന്ന് എടുക്കുന്ന ഒരു ഔഷധമാണ്. ഓക്കെ, രസോന എന്ന് വിളിക്കും. അതുപോലെ ലശുനം എന്നും സംസ്കൃതത്തിൽ പേരുണ്ട്. ലശുനേരണ്ടാദി കഷായമൊക്കെ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാറില്ലേ. ഇത് യുപിയിലും ബീഹാറിലും ഒക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഇന്ത്യയിലത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലും ചൈനയിൽ നിന്നും ഒക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്ത് പുറത്ത് അവൈലബിൾ ആണ്. അതിനൊക്കെ ചില വലിപ്പത്തിലും സ്വാദിലും രുചിയിലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, നമുക്കിത് കേരളത്തിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് മറയൂർ ഭാഗത്ത് ധാരാളമായിട്ട് ഇത് കൃഷി ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇതിങ്ങനെ നട്ടു കഴിഞ്ഞാല് ഏകദേശം ഒരു ഒരടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണ്. അതുപോലെ അതിന്റെ ബൾബാണ് യൂസ്ഫുൾ പാർട്ട്, നമുക്കറിയാലോ. ആധുനിക രീതിയിൽ ഇതിലടങ്ങിയിട്ടുള്ള രാസഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ പഞ്ചസാരയുടെ അംശമുണ്ട്, അതുപോലെ ബാഷ്പ സ്വഭാവമുള്ള ഒരു തൈലം ഇതിലടങ്ങിയിട്ടുണ്ട്, ആൽബുമിനും വൈറ്റമിനുകളും ഇതിലടങ്ങിയിട്ടുണ്ട്, സ്റ്റാർച്ചിന്റെ കണ്ടന്റ് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ചുരുക്കി പറഞ്ഞാല് ഈ വെളുത്തുള്ളിയില് അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നത് അതിൽ എലിസിൻ എന്ന് പറയുന്ന ഒരു ഓയിലിന്റെ അംശം അടങ്ങിയിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. അതാണ് ഈ വെളുത്തുള്ളിയെ വ്യത്യസ്തനാക്കുന്നതും ഈ പറഞ്ഞ ഔഷധങ്ങൾ തയ്യാറാക്കാനും, അതായത് ഈ ഔഷധ ഗുണം ഉണ്ടാവുന്നതും നമ്മൾ ആഹാരം പാകം ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ എലിസിൻ എന്ന് പറയുന്ന കണ്ടന്റ് അതിലുള്ളത് കൊണ്ടാണ് ഇതിന്റെ വെളിവീര്യം കാണിക്കുന്ന വെളുത്തുള്ളി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് ഒന്ന് പരിശോധിക്കാം. അതായത് രസഗുണ വീര്യവിഭാഗങ്ങൾ പറയുകയാണെങ്കിൽ രസങ്ങൾ 6 ഉള്ളത്. അതിൽ അമ്ലരസം ഒഴികെയുള്ള 5 രസവും വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് മധുരം, ലവണം, തിക്ത, കടു, കഷായം. ഓക്കെ, ഈ 5 രസങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളിയിൽ. ഇനി ഗുണങ്ങൾ പറയുകയാണെങ്കിൽ സരമാണ്, പിച്ചിലമാണ്, സ്നിഗ്ധമാണ്, ഗുരുവാണ്, തീക്ഷ്ണ സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ ഉഷ്ണവീര്യമാണ്, കടു വിഭാഗമാണ്. ഇതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. ഇതിന് ചെറിയ തോതിൽ ഉത്തേജക ശക്തി ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റി ഒന്ന് പരിശോധിക്കാം നമുക്ക്. പ്രധാനമായിട്ട് പറഞ്ഞാല് വാതകപദോഷങ്ങളെ ശമിപ്പിക്കും. അതായത് വാദദോഷവും കപദോഷവും ശരീരത്തിൽ വർദ്ധിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകളെ കുറച്ചു കൊണ്ടുവരുന്നതിന് സഹായിക്കും വാതകപദോഷങ്ങളെ ശമിപ്പിക്കുക വഴി. കാരണം എന്താ, ഇതിന് കടു വിഭാഗമാണ്, ഉഷ്ണവീര്യമാണ്, തീക്ഷ്ണ ഗുണങ്ങളുണ്ട്. അതന്നെ എന്റെ സംഗതി. അതുപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾസ്, ആർത്തവം ക്രമം തെറ്റിയുള്ള ആർത്തവം ഉണ്ടല്ലോ, അത്തരം അവസ്ഥയിൽ ഉപയോഗിക്കുന്ന ആയുർവേദ ഔഷധങ്ങളിൽ വെളുത്തുള്ളി ധാരാളമായിട്ട് ചേർത്ത് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു ഗുണമാണ് ഉദരകൃമി. ആമാശയാശ്രിതമായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം അഗ്നിമാന്ദ്യം കൊണ്ട് പൂർണ്ണമായിട്ട് ദഹിക്കാതെ ആമാശയത്തിലും കുടൽമാലകളിലും കെട്ടിക്കിടന്ന് പഴകി അത് വഴി ഉണ്ടാകുന്ന വേംസ് ഉണ്ടല്ലോ, ഇൻഡസ്റ്റൈനൽ വേംസ്, ഇതിനെ നശിപ്പിച്ച് കളയുന്നതിനുള്ള കഴിവ് ഇതിനുണ്ടെന്നായിട്ട് പറയുന്നു. പിന്നെ ചെറിയ തോതിൽ ഡയൂറിറ്റിക് എന്ന് പറയാം. അതായത് യൂറിനറി ബ്ലോക്കേജുകളൊക്കെ ഉള്ള അവസ്ഥ, അതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ്, അത്തരം രോഗാവസ്ഥകളിലൊക്കെ നമുക്ക് ഇനി അത് മാത്രമല്ല മൂത്രനാളി സംബന്ധമായ, കിഡ്നി സംബന്ധമായ രോഗാവസ്ഥകളിൽ യൂറിനറി ബ്ലോക്കേജ് ഉണ്ടാകുമ്പോൾ ഒരു ഡയൂറിറ്റിക് എഫക്റ്റിനായിട്ടും വെളുത്തുള്ളി ഉപയോഗിച്ചു വരുന്നുണ്ട്. പിന്നെ മറ്റൊരു പൊടിക്കൈ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ചെവി വേദനയൊക്കെ അനുഭവപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ രാത്രിയിൽ പെട്ടെന്ന് മറ്റു ഔഷധങ്ങളൊന്നും കിട്ടിയില്ല, ഒരു ഡോക്ടറെ സമീപിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിൽ ഒരു ഹോം റെമഡി പോലെ തൽക്കാലത്തേക്ക് പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു വിദ്യയാണ്. അതായത് വെളുത്തുള്ളി ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. അത് വേണമെങ്കിൽ ഒന്നൊരു ടീസ്പൂണിൽ എടുത്തിട്ട് ഒന്ന് തണുപ്പ് പിടിക്കാം, ഒന്ന് ചൂട് പിടിപ്പിക്കുക. അധികം ചൂട് പാടില്ല. ആ തണുപ്പ് പിടിപ്പിച്ചിട്ട് 1-2 തുള്ളി ആ നീരുണ്ടല്ലോ, വെളുത്തുള്ളി ഇടിച്ചു പിഴിഞ്ഞ നീര് ഒരു ടീസ്പൂണിലെടുത്ത് അതൊന്ന് ചൂട് പിടിപ്പിച്ചതിന് ശേഷം സഹിക്കാവുന്ന ചൂടോടെ 2 തുള്ളി വീതം ചെവിയിൽ ഇറ്റിച്ചാല്, 2 ചെവിയിൽ ഇറ്റിക്കണം കേട്ടോ. ഇറ്റിച്ചു കഴിഞ്ഞാൽ ആ ചെവി വേദന കുറഞ്ഞു വരുന്നതിന് സഹായകരാവുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും ആഗ്രഹിക്കുന്ന, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് മേധസ്സിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അമിത ശരീരഭാരമുള്ള ഒരു വെളുത്തുള്ളി കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക
ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് ഓൾറെഡി ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ, അമിതമായിട്ടുള്ള ദുർമേധസ്സിനെ അലിയിപ്പിച്ച് കളയുന്നതിന് സഹായകരമാവുന്നുണ്ട്. അതുവഴി ശരീരഭാരം കുറയാനും സഹായിക്കും. ഇതേപോലെ തന്നെ നമുക്ക് കാർഡിയാക് ബ്ലോക്കേജുകൾ, ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന ആ രക്തക്കുഴലുകൾ, ചെറിയ നേരിയ രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അമിതമായിട്ട് അടിഞ്ഞുകൂടുന്നത് വഴി ഉണ്ടാകുന്ന ഹൃദ്രോഗങ്ങൾ, അതിനെയും ഇല്ലാതാക്കുന്നതിന് വെളുത്തുള്ളി ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഹൃദ്രോഗികൾ ഉപയോഗിക്കേണ്ട ഒരു വെളുത്തുള്ളി പാൽക്കഷായത്തിന്റെ യോഗം ഞാനിവിടെ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഒന്ന് വെളുത്തുള്ളിയുടെ ഔഷധ ഗുണമുള്ള ഭാഗം അറിയാലോ നിങ്ങൾക്ക്. ആ വെളുത്തുള്ളി തന്നെ, അതിന്റെ ബൾബ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ചില പൊടിക്കൈകൾ നിങ്ങൾക്ക് വീടുകളിൽ മറ്റൊരു ഡോക്ടറെ കൺസൾട്ടേഷൻ വരെ നിങ്ങൾക്ക് താൽക്കാലിക ആശ്വാസത്തിനായിട്ട് ഉപയോഗിച്ച് നോക്കാവുന്ന ചില ഹോം റെമഡീസ് പറയാം. ശ്രദ്ധിച്ച് കേട്ടോ. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹനുസ്തംഭം എന്ന് വിളിക്കുന്ന ലോക്ജോ ഇല്ലേ. അതായത് നമ്മളിപ്പോ കൂട്ടുവായൊക്കെ ഇടുന്നു തണുപ്പ് കാലങ്ങളിൽ, അതല്ലെങ്കിൽ മറ്റു രോഗാവസ്ഥകൾക്കായിട്ട് വളരെ കാലം സ്റ്റിറോയിഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതുപോലുള്ള ലോക്ജോ, അത്തരം സ്റ്റിഫ്നെസ്, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓക്കെ, തണുപ്പുള്ള ഒരു പ്രദേശത്തേക്ക് ഒരു യാത്ര പോകുന്നു, അവിടെ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ലോക്ജോ, അതെങ്കിൽ ഉറക്കെ സംസാരിക്കുമ്പോൾ, ഉറക്കെ ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കോട്ടുവായി ഇടുമ്പോഴോ, അത്തരം അവസ്ഥകളിലൊക്കെ ഈ ലോക്ജോ അല്ലെങ്കിൽ ഹനുസ്തംഭം ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഈ അവസ്ഥയിൽ ചെയ്യേണ്ട ഒരു പൊടിക്കൈ പറഞ്ഞുതരാം. വെളുത്തുള്ളിയും അതിന്റെ തൊലിയോടുകൂടെ തന്നെ വേണമെങ്കിൽ എടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഇന്ദുപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം. ഓക്കെ, അതൊരു 1/4 ടീസ്പൂൺ മതി. കൂടുതലായാലും ഇതിന് ഈ തീക്ഷ്ണ സ്വഭാവം ഉള്ളതുകൊണ്ട് അസിഡിറ്റി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊരു 1/4 ടീസ്പൂൺ വീതം 3 നേരവും ഭക്ഷണ ശേഷം കഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതേപോലെ ഇത് തന്നെ വെളുത്തുള്ളി ഇന്ദുപ്പും കൂടി നന്നായി അരച്ചത് ആ ലോക്ജോ അനുഭവപ്പെടുന്ന ഭാഗത്ത് നന്നായിട്ട് പുരട്ടിയിട്ട് കഴിഞ്ഞാലേ ഇതിന് തീക്ഷ്ണ സ്വഭാവം ഉള്ളതുകൊണ്ട് ഈ വാദം വർദ്ധിക്കുന്നതുകൊണ്ടാണല്ലോ ഈ ലോക്ജോ, സ്റ്റിഫ്നെസ്, ഇത്തരം സംഗതികളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന് തീക്ഷ്ണ സ്വഭാവം ഉള്ളതുകൊണ്ട് അത് തുളച്ചു കയറുന്നതിനും അവിടുത്തെ നീർക്കെട്ടിനെ ഇല്ലാതാക്കുന്നതിനും വെളുത്തുള്ളി സഹായകരമാകുന്നു. അതുവഴി ഈ അവസ്ഥയ്ക്ക് ശമനം ലഭിക്കുന്നതാണ്. പക്ഷെ ഇത് വിട്ടുമാറണമെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ രോഗാവസ്ഥയ്ക്കും ശരീരപ്രകൃതിക്കും അനുസരിച്ച് വേണ്ടതായ ഔഷധങ്ങൾ നിശ്ചയിച്ച് കൃത്യമായിട്ട് കഴിച്ചാൽ തന്നെ ശരിയുള്ളൂ. പക്ഷെ ഒരു താൽക്കാലിക ആശ്വാസത്തിന് ഈ വെളുത്തുള്ളി ഇന്ദുപ്പും കൂടി അരച്ച് ഉള്ളിലേക്ക് 3 നേരം ഭക്ഷണശേഷം 1/4 ടീസ്പൂൺ വീതം കഴിക്കാം. അതുപോലെ ഇത് തന്നെ അരച്ച് പുരട്ടുകയും ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി സ്ഥിരമായിട്ട് വയറ്റിനകത്ത് പ്രശ്നങ്ങൾ, അതായത് ഗുഡുഗുഡ ശബ്ദം കേൾക്കുക, വയറ് വീർത്തു വരിക, എപ്പോഴും ഗ്യാസ് ട്രബിൾ, എന്ത് കഴിച്ചാലും ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും ശരിയായിട്ട് നിത്യേന കഴിക്കുന്ന ആഹാരങ്ങൾ കഴിച്ചാൽ പോലും ചില വ്യക്തികൾക്ക് ഇങ്ങനെ സന്ധ്യ ആയി കഴിഞ്ഞാൽ വയറ് വീർക്കുക, ഭയങ്കര എമ്പക്കം, ഭയങ്കര കിഴുവായു, ചിലപ്പോൾ അടിക്കോടെയും മോളിക്കോടെയും പോവില്ല, വയറിങ്ങനെ വീർത്തു നോക്കും, വയറ്റിനകത്ത് ഇങ്ങനെ ഗുഡുഗുഡാന്ന് ശബ്ദം കേൾക്കുക, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഇതിനാണ് നമ്മൾ ആദ്മാനം, ആഡോപം, ഗുന്മം എന്നൊക്കെ ആയുർവേദത്തിൽ വിളിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ തരംതിരിച്ച് വ്യത്യസ്ത ഔഷധങ്ങളും ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സും അതുപോലെ ചികിത്സാ രീതികളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പൊടിക്കൈ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇത് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല കേട്ടോ. അതായത് ചിലരൊക്കെ ജന്മന വാദപ്രകൃതിക്കാരായിരിക്കും. ശരീരത്തില് ജനനം മുതൽ മരണം വരെ വാദമായിരിക്കും ഇവരെ റൂൾ ചെയ്യുന്ന ദോഷം. ഓക്കെ, അപ്പൊ ഇവര് വാദപ്രകൃതിക്കാരാണ്. അതുകൊണ്ട് ഇത്തരം വാദസംബന്ധമായ രോഗാവസ്ഥകൾ ഇവർക്ക് കൂടെ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ രാത്രി കാലങ്ങളിലാണ് ഈ പ്രശ്നം കൂടുതൽ വരിക. അതിനെന്താ കാരണം? രാത്രിയാകുമ്പോൾ വാദത്തിന്റെ കാലമാണ്, സമയവും വാദത്തിന്റെ തന്നെ, ദേഹപ്രകൃതിയും വാദത്തിന്റെ തന്നെ. അപ്പൊ പിന്നെ ഇത്തരം വാദസംബന്ധമായ രോഗാവസ്ഥകൾ വരാൻ സാധ്യത കൂടുതലാണ്. ഒപ്പം തന്നെ ഇത്തിരി സ്ട്രെസ്സും ടെൻഷൻ, ഉറക്കക്കുറവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. ഓക്കെ, അപ്പൊ അവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് നിത്യേന ഉണ്ടാവുന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർത്ത് തയ്യാറാക്കി വീട്ടിൽ സൂക്ഷിക്കാവുന്ന ഒരു ഗുളിക എങ്ങനെയാ തയ്യാറാക്കാന്ന് പറഞ്ഞുതരാം. ഇതിന് വേണ്ടത് 3 സംഗതികളാണ്. അതായത് കായം വേണം. കായം നമ്മൾ കറിയിലൊക്കെ ചേർക്കുന്ന അസഫിറ്റഡ് ഉണ്ടല്ലോ, അത് കായം വേണം. ഹിങ്കു എന്ന് പറഞ്ഞ സാധനം. അതുപോലെ ചതകുപ്പ വേണം, ചതകുപ്പ. പിന്നെ നമുക്ക് വെളുത്തുള്ളിയും വേണം. നല്ലപോലെ അരച്ചിട്ടേ നിഴലിൽ വെച്ച് അങ്ങ് ഉണക്കുക. നിഴലിൽ വെച്ച് ഉണക്കുമ്പോൾ ഒരാഴ്ച എടുക്കും അത് ഉണങ്ങി കിട്ടാനായിട്ട്. അപ്പൊ അതിങ്ങനെ വലിഞ്ഞു വരുമ്പോൾ നമ്മൾ അതിങ്ങനെ ചെറിയ കുരുമുളക് വലുപ്പത്തിലുള്ള ഉരുട്ടിയിട്ട് ഗുളികകളാക്കി ഉണക്കി സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് നിത്യേന 1-2 വീതം ഭക്ഷണത്തിന് മുൻപോ ശേഷോ ഇച്ചിരി ചൂടുള്ള ജീരകവെള്ളത്തിൽ അങ്ങോട്ട് കഴിക്കാന്നുണ്ടെങ്കിൽ ചവച്ചരച്ച മീതെ ചൂടുവെള്ളം കുടിക്കുക. കഴിയുന്നതും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കായിരിക്കും നല്ലത്. രാത്രി കാലങ്ങളിലായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ. അപ്പൊ രാത്രി ഭക്ഷണത്തിന് മുമ്പായിട്ട് 1-2 ഗുളി അതുപോലെ നിഴലിൽ ഉണക്കി വെച്ചത് ചവച്ചരച്ച് മീതെ ചൂടുള്ള ജീരകവെള്ളം അങ്ങോട്ട് കുടിക്കാമെങ്കിൽ ഇതുപോലെ ഈ ആദ്മാനം, ആഡോപം എന്നൊക്കെ വിളിക്കുന്ന വയറുവീർപ്പും വയറ്റിനകത്തെ ശബ്ദവും ഗ്യാസ് ട്രബിളും മേമ്പക്കവും കീഴ്വായു ഇത്തരം പ്രശ്നങ്ങളൊക്കെ ശമിപ്പിക്കുന്നതിന്, നിയന്ത്രിക്കുന്നതിന് തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ ഈ അവസ്ഥകളെല്ലാം തന്നെ വളരെ കാലം നിലനിൽക്കുകയാണെങ്കിൽ മറ്റു രോഗാവസ്ഥകളായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പൊടിക്കൈകളിൽ മാത്രം നിലനിൽക്കാതെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് കൃത്യമായിട്ടുള്ള ഔഷധങ്ങളും ഭക്ഷണ രീതികളും ജീവിത രീതികളിലും വ്യത്യാസം വരുത്താമെങ്കിൽ തീർച്ചയായിട്ടും ഈ രോഗാവസ്ഥയ്ക്ക് ഒരു ശമനം ലഭിക്കുന്നതാണ്. അതും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ. മേധസ് ശരീരത്തിൽ അമിതമായിട്ട് വർദ്ധിച്ചുണ്ടാകുന്ന അമിത ശരീരഭാരം, അതല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ, ഇനി അതല്ലെങ്കിൽ ഹൃദ്രോഗ സാധ്യത, ഫാമിലിയിലൊക്കെ ഹൃദ്രോഗ സാധ്യതയുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഇനി പറയുന്ന ഒരു സംഗതി കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും. അതായത് കൂടുതലൊന്നുമില്ല, തിളപ്പിച്ചാറിയ പാലൊരു 2 ഔൺസ് വേണം. ഒരു 60 മില്ലി 70 മില്ലി എടുത്തോ. ഓക്കെ, അതിലേക്ക് വെളുത്തുള്ളി അരച്ചത് ഒരു 1/4 ടീസ്പൂൺ ഇളക്കി ചേർക്കുക. ചൂടുള്ള പാലായിക്കോട്ടെ. ഒരു 1/4 ഗ്ലാസ് ചൂടുള്ള പാലിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത് നന്നായിട്ട് കലക്കിയിട്ട് രാവിലെ ഭക്ഷണത്തിന് ശേഷം, ഉച്ചയ്ക്ക് ഭക്ഷണശേഷം, രാത്രി ഭക്ഷണശേഷം 3 നേരം കൊണ്ട് കഴിച്ചോ. ഇത് ഇത്തരം പ്രശ്നങ്ങൾ നിയന്ത്രിച്ചു നിർത്തുന്നതിന്, ഈ ഹൃദ്രോഗ സാധ്യതയൊക്കെ കുറയ്ക്കുന്നതിന് സഹായകരമാകും. ഇനി പ്രത്യേകമായിട്ടുള്ള ഒരു പാൽക്കഷായത്തിന്റെ യോഗം എങ്ങനെ തയ്യാറാക്കണമെന്നും കൂടെ പിന്നീട് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ. ഇനിയിപ്പോ പ്രത്യേകമായിട്ട് ഇപ്പൊ കൂടുതൽ പേർക്ക് ആവശ്യം വരുന്ന ഒരു സംഗതി, അതായത് ഈ കോവിഡ് വന്ന് മാറിയതിനു ശേഷം ഒരുപാട് പേർക്ക് ഇങ്ങനെ നെഞ്ചത്ത് കഫക്കെട്ട്, ചുമ, ഇരുമൽ ഇത്തരം പ്രശ്നങ്ങൾ, അതുപോലെ
അതുപോലെ ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ ഇത്തരം സംഗതികളിൽ വരാൻ പോകുന്നതിന് മുമ്പ് വന്നു മാറിയവരോ അവർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി പറഞ്ഞുതരാം. നിങ്ങൾക്കെല്ലാം ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതായത് വെളുത്തുള്ളിയുടെ നീര് ഇടിച്ചു പിഴിഞ്ഞ നീരെടുക്കുക. ഒരു മാക്സിമം ഒരു 1/4 ടീസ്പൂൺ വേണം. അത് അല്പം കടുകെണ്ണയിൽ ചേർത്തൊന്ന് ചൂടാക്കുക. എന്നിട്ട് ആ ചെറിയ ചൂടോടെ, സഹിക്കാവുന്ന ചൂടോടെ തന്നെ നെഞ്ചത്തും പുറത്തും വാരിപ്പുറങ്ങളിലൊക്കെ അത് ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് ഈ കഫക്കെട്ട്, അതുപോലെ ഈ ചുമയൊക്കെ വന്ന് മാറിയതിനു ശേഷം, അല്ലെങ്കിൽ ന്യൂമോണിയോ ബ്രോങ്കൈറ്റിസോ ഒക്കെ വന്ന് മാറിയതിനു ശേഷം ഉണ്ടാവുന്ന ആ ബുദ്ധിമുട്ടില്ലേ, ആ ഡിസ്കംഫർട്ട് ഇല്ലാതാക്കുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാവും. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഇത് ഇടിച്ചു പിഴിഞ്ഞ നീര് ഒരു 2-3 തുള്ളി വീതം ഒരു 1/4 ഗ്ലാസ് ചൂടുള്ള പാലിൽ കലക്കിയിട്ട് കഴിക്കുകയും ചെയ്യാം ഉള്ളിലേക്ക്. അതും ഇത്തരം പ്രശ്നങ്ങൾ, ഈ കഫ സംബന്ധമായ പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ സമാധാനം കിട്ടുന്നതിന് സഹായകരമാവും തീർച്ചയായിട്ടും. അതുപോലെ ഒരുപാട് പേര് ഇപ്പൊ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ. നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി തന്നെയാണ് കേട്ടോ അതിന് കാരണം. പ്രധാനമായിട്ടും. അപ്പൊ അത്തരക്കാര് വെളുത്തുള്ളിയും ജീരകം കൂടെ നന്നായിട്ട് ചതച്ചിട്ടേ സ്വല്പം പശു നെയ്യും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് അത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് സേവിക്കാന്നുണ്ടെങ്കിലോ ഈ പറഞ്ഞ മാതിരിയുള്ള ആത്മാനം, ആടോപം, വയറു വീർത്തു വരിക, ഗ്യാസ് പോവാൻ, വയറു വീർത്ത് ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുക. ഒന്ന് കീഴ്വായു പോയാലും ഒരു ആശ്വാസം കിട്ടും, അല്ലെങ്കിൽ ഒരു ഏമ്പക്കം പോയാലും ആശ്വാസം കിട്ടും. പക്ഷെ ഇത് പോണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടന്നെയാ അല്ലേ. വയറ്റിനകത്ത് ഇങ്ങനെ ശബ്ദം കേൾക്കുക, ഗുടുഗുടാന്ന് ശബ്ദം കേൾക്കും, വയറിങ്ങനെ വീർത്ത് തട്ടി വീർത്ത് നിൽക്കും. ഇത് പലപ്പോഴും അനുഭവിക്കുന്നവരില്ലേ, നിങ്ങൾ ഈ വെളുത്തുള്ളിയും ജീരകവും കൂടെ നെയ്യിൽ വറുത്ത് 3 നേരവും ഭക്ഷണത്തിന് മുമ്പ് അങ്ങോട്ട് കഴിച്ചോ. കുറേശ്ശെ മതി, അധികം അളവൊന്നും വേണ്ട. അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടാണ് കുറേശ്ശെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അത് ഇത്തരം പ്രശ്നങ്ങൾ കുറയുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാകും. ഈ വാദസംബന്ധമായ രോഗങ്ങൾ പല രീതിയിൽ നമുക്ക് സന്ധിവേദനയായിട്ട് വരാം, അതുപോലെ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ആയിട്ട് വരാം, ആമവാദമായിട്ട് വരാം, ഗുന്മമായിട്ട് വരാം, സ്ത്രീ രോഗങ്ങൾ, ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആയിട്ട് വരാം. ഈ അവസ്ഥകളിലൊക്കെ തന്നെ പൊതുവെ കുറച്ച് വെളുത്തുള്ളി വെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വാതാധികമാണ്, വാദദോഷം വർദ്ധിച്ചിട്ടാണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിന് മുമ്പായിട്ട് ഇതങ്ങോട്ട് കഴിച്ചാൽ കുറച്ച് വേണ്ടോ, ഒരു 1/2 ടീസ്പൂണോ വേണ്ടോ. കുറച്ച് വെണ്ണയും അതിലേക്ക് 1-2 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചങ്ങോട്ട് കഴിക്കുക. അതിന്റെ മീത ഭക്ഷണം കഴിച്ചോ. അത് ഇത്തരം പ്രശ്നങ്ങളുള്ളവർ സ്ഥിരമായിട്ട് ശീലിക്കുന്നത് ഒരു പരിധി വരെ ഈ അവസ്ഥകളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. പക്ഷെ ഞാൻ പൊടിക്കൈകൾ പറയാത്ത എന്താ വെച്ചാൽ നിങ്ങൾ ഇതുകൊണ്ട് മാത്രം കൊണ്ടു നടക്കരുത്. കാരണം ഈ രോഗാവസ്ഥ പരക്കാനും പടരാനും തീവ്രമാവാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒരു താൽക്കാലിക ആശ്വാസത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഔഷധങ്ങൾ സേവിക്കുകയാണെങ്കിൽ ഈ രോഗാവസ്ഥകളൊക്കെ ചികിത്സിച്ച് പൂർണ്ണമായിട്ട് ഭേദാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതേപോലെ തന്നെ ചികിത്സിക്കാതെ വിട്ടാൽ ഗുരുതരമാവാനും സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. നമ്മുടെ കൺസൾട്ടേഷൻ ഓൺലൈനായിട്ടോ ഡയറക്റ്റ് ആയിട്ടോ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവരാണെങ്കിൽ ബുക്ക് ചെയ്യാനായിട്ട് താഴെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അതിൽ നമ്മുടെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും. നമുക്ക് ഈ മഴക്കാലാകുമ്പോഴും അതുപോലെ തന്നെ തണുപ്പുകാലം, മഞ്ഞുകാലമൊക്കെ വരുമ്പോൾ കാൽവിരലുകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ, വെള്ളം നിർത്തല്, അതിങ്ങനെ ചൊറിയ, പൊട്ടുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നവരുണ്ടാവും. നിങ്ങളിത് ഈ വെളുത്തുള്ളിയും പച്ചമഞ്ഞളും കൂടെ നന്നായിട്ട് അരയ്ക്കുക. എന്നിട്ട് അവിടെ കൂടെ പുരട്ടി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് സാധിക്കും. കൂടുതലായിട്ടും മഴക്കാലത്ത്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ വെള്ളത്തിലൊക്കെ, ചെളി വെള്ളത്തിലൊക്കെ കളിച്ചിട്ടാണ് ഇത് കൂടുതലായിട്ടും വരാറ്. പക്ഷേ തണുപ്പ് കാലത്തും വരാറുണ്ട് ഈ ഫംഗൽ ഇൻഫെക്ഷൻ, മഞ്ഞുകാലത്തും കാണാറുണ്ട്, ഈ കാൽവിരലുകളുടെ ഇടയ്ക്ക് കാണാം. അപ്പൊ അവിടെയും ഈ പച്ചമഞ്ഞളും വെളുത്തുള്ളിയും കൂടെ അരച്ച് കൂടെ പുരട്ടുക. അത് ഈ അവസ്ഥയ്ക്ക് സമാധാനം കിട്ടുന്നതിന് സഹായിക്കും. ഇനിയിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈവൻ ഹൃദ്രോഗത്തിൽ പോലും, അതല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ ഹൃദ്രോഗ സാധ്യതയുള്ളവർ പേടിച്ച് ഇങ്ങനെ ദിവസേന BP ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും BPയുടെ ഗുളികകളൊക്കെ കഴിച്ച് ജീവിക്കുന്നവരില്ലേ, കൂടെ എല്ലാ മാസവും പോയിട്ട് ഇങ്ങനെ ഹാർട്ടിന്റെ ചെക്കപ്പ് ഒക്കെ നടത്തുക. ഹൃദ്രോഗം വന്നോ, വരാൻ പോവാണോ, ഇനി വരുമോ, വരില്ലേ, വന്നോ എന്ന് അന്വേഷിക്കാനായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു പാൽക്കഷായ യോഗം പറയാന്ന് പറഞ്ഞിരുന്നല്ലോ, അത് അങ്ങോട്ട് പിടിച്ചോ. അതായത് നമുക്ക് വെളുത്തുള്ളി ഒരു 30 ഗ്രാം വേണം. അതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിക്കണം, 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പൊ ഈ വെളുത്തുള്ളി നമുക്ക് അതിന്റെ ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ചതച്ചിട്ട് ഒരു കിഴിയായിട്ട് കിട്ടുക. ഒരു ശീലയിൽ ഇങ്ങനെ ആ കിഴി അയച്ച് കിട്ടിയിട്ട് 1 ഗ്ലാസ് പാലിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. അങ്ങനെ അതൊരു 1/2 ഗ്ലാസ് പാലാകുമ്പോൾ അത് ഒരു ചെറുതീകരിച്ച് വറ്റിക്കണം. എന്നിട്ട് ആ കിഴി പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഈ പാല് ദിവസേന രാത്രി ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് കഴിക്കാമെങ്കിൽ ഈ ഹൃദ്രോഗ സാധ്യത കുറയുന്നതിന് സഹായകരമാവും. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലെ ആത്മാനവും ആടോപവും അമിതമായിട്ടുള്ള ഫാറ്റും ഒക്കെ കളയുന്നതിനും കുറയുന്നതിനും സഹായകരമാവുകയും ചെയ്യും. അപ്പൊ വീഡിയോ ഉപകാരപ്പെടും. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.